ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നമ്മൾ ലൈൻമാൻ അതേപോലെ ഇലക്ട്രീഷ്യൻ പോലെയുള്ള എക്സാമുകൾക്ക് ഒരു ക്വിക്ക് റിവിഷനായിട്ട് നടത്തുന്ന ഒരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു ടോപ്പിക് വൈസ് ഡീറ്റെയിൽഡ് ആയിട്ട് ടോപ്പിക് വൈസ് കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. പകരം നമ്മൾ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ചില കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഒന്ന് റീകളക്ട് ചെയ്തെടുക്കുകയാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. ലൈൻമാൻ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ പോലെയുള്ള ഈ IT ലെവലുള്ള ക്വസ്റ്റ്യൻസിലെ അല്ലെങ്കിൽ IT ലെവൽ എക്സാമുകളുടെ ഒരു ചെറിയൊരു റിവിഷൻ മാത്രമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു അടുത്ത ഓഗസ്റ്റ് 10 ദേവസ്വം ബോർഡിൻ്റെ കേരള ദേവസ്വം ബോർഡിൻ്റെ ഒരു ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ലൈൻമാൻ എക്സാം വരുന്നുണ്ട്. അതേപോലെ മറ്റ് ചില ലൈൻമാൻ എക്സാമുകൾ ഇലക്ട്രീഷ്യൻ എക്സാമുകൾക്കൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു റിവിഷൻ മാത്രമാണിത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൽസ് ആൻഡ് ബാറ്ററീസ് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ്. സെൽസ് ആൻഡ് ബാറ്ററീസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ സെൽസ് ആൻഡ് ബാറ്ററീസ് എന്ന് പറയുന്നതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ടോപ്പിക് വൈസ് വീഡിയോസ് ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ. അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കായിട്ട് ബേസ് ചെയ്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം ഓർമ്മ വരുന്ന ഒരു 2 ടേമാണ്. നമുക്ക് കുറച്ച് ടേമുകളും കാര്യങ്ങളുമാണ് നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് പറയുക. ഒന്ന് പ്രൈമറി സെല്ല് അല്ലെങ്കിൽ സെക്കൻഡറി സെല്ല്. ഇങ്ങനെ 2 തരത്തിലുള്ള സെൽസാണ് ആദ്യമായിട്ട് നമുക്ക് സെൽസിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ പ്രൈമറി സെല്ല് അല്ലെങ്കിൽ സെക്കൻഡറി സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലിനെ നമുക്കൊരു വലിയൊരു ബാറ്ററി നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ സെക്കൻഡറി സെല്ല് എന്ന് പറയുന്നത്. നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റാത്ത സെല്ലിനെയാണ് നമ്മൾ പ്രൈമറി സെല്ല് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിനെ അതായത് കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോളിസിസ് പ്രോസസ്സ് റിവേഴ്സിബിൾ അല്ലാത്തതിനെയാണ് നമ്മൾ പ്രൈമറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നതിനെയാണ് സെക്കൻഡറി എന്ന് പറയുന്നത്. ഡെപ്തിലേക്ക് നമുക്ക് ഒരു 10ാം ക്ലാസ് യുവതി അല്ലെങ്കിൽ IT യുവതിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റാത്ത സെല്ലുകൾ, നമ്മുടെ ക്ലോക്കിലിടുന്ന സെല്ല്, അതേപോലെ തന്നെ നമ്മുടെ വാച്ചിൽ യൂസ് ചെയ്യുന്ന മെർക്കുറി സെല്ല്, അതല്ലെങ്കിൽ നമ്മൾ റിമോട്ടിൽ യൂസ് ചെയ്യുന്ന സെല്ല്, ഇത്തരത്തിലുള്ള സെൽസാണ് നമ്മൾ പ്രൈമറി സെൽസ് എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ല് നമ്മൾ ഡിസ്ട്രോയ് ചെയ്യേണ്ടി വരും. അത്തരത്തിലുള്ള സെല്ലുകളെയാണ് നമ്മൾ പ്രൈമറി സെൽസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സെല്ലുകളാണ് സെക്കൻഡറി സെൽ അല്ലെങ്കിൽ സെക്കൻഡറി ബാറ്ററീസ്. നമ്മുടെ മൊബൈൽ, നമ്മുടെ ലാപ്ടോപ്പ് പോലെയുള്ള ഡിവൈസുകളിലൊക്കെ വരുന്നത് നമ്മൾ വീണ്ടും ഡെയിലി നമ്മൾ അതിനെ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു തവണ നമ്മളങ്ങനെ ചാർജ് ചെയ്ത് ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും നമുക്ക് ഡിസ്പോസ് ചെയ്യേണ്ടി വരും. പക്ഷേ എന്നാലും നമുക്കൊരു പരിധി വരെ ആ ഒരു സെല്ലിനെ റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള സെല്ലുകളെയാണ് നമ്മൾ സെക്കൻഡറി സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ഈ 2 ഡിഫറൻസ് കൂടാതെ തന്നെ ഏതൊക്കെയാണ് പ്രൈമറി സെല്ലുകൾക്ക് കുറച്ച് എക്സാമ്പിൾ എന്നുള്ളതും സെക്കൻഡറി സെല്ലുകൾക്ക് ഏതൊക്കെയാണ് കുറച്ച് എക്സാമ്പിളുകൾ എന്നുള്ളതും നമ്മളൊന്ന് ഓർത്തിരിക്കണം. അതിൽ പ്രൈമറി സെല്ലിന് ഒന്നാമത്തെ എക്സാമ്പിളാണ് ഡ്രൈ സെൽ. ഡ്രൈ സെല്ലാണ് ഏറ്റവും ബേസിക് ആയിട്ട് പ്രൈമറി സെല്ലുകൾക്ക് നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാനുള്ളത്. ഡ്രൈ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡ്രൈ സെൽ എന്ന് നമ്മൾ കളിക്കണം. സിങ്ക് കാർബൺ സെല്ലിനെയാണ് നമ്മൾ ഡ്രൈ സെൽ എന്ന് പറയുക. സിങ്ക് കാർബൺ സെല്ലിനെയാണ് നമ്മൾ ഡ്രൈ സെൽ എന്ന് പറയുന്നത്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെല്ലാണ് ഈ ഒരു സെൽ, ഡ്രൈ സെൽ അല്ലെങ്കിൽ സിങ്ക് കാർബൺ സെൽ. രണ്ടാമത്തതാണ് ലിഥിയം സെൽ. ലിഥിയം സെൽ എന്ന് പറയുന്നത് ഒരു പ്രൈമറി സെല്ലാണ്. മൂന്നാമത്തതാണ് മെർക്കുറി സെല്ല്. നമ്മുടെ വാച്ചുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ബട്ടൺ ടൈപ്പ് സെല്ലാണ് മെർക്കുറി സെല്ല്. ഇതിൻ്റെ തന്നെ ഒരു മോഡിഫിക്കേഷനാണ് 4ാമത്തെ സെല്ലായ സിൽവർ ഓക്സൈഡ് സെല്ല്. ഇതൊക്കെ ഈ 4 സെല്ലുകളും നമ്മളുടെ പ്രൈമറി സെല്ലുകൾക്ക് എക്സാമ്പിളാണ്. അതേപോലെ നമ്മൾ സെക്കൻഡറി സെല്ലുകൾക്ക് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെല്ലാണ് ലെഡ് ആസിഡ് സെല്ല്. ലെഡ് ആസിഡ് സെല്ല് വളരെ ഡെപ്തായിട്ട് നമ്മൾ വീഡിയോ മുമ്പ് ചെയ്തതാണ്. ലെഡ് ആസിഡ് സെല്ലാണ് സെക്കൻഡറി സെല്ലിൻ്റെ ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റു ചില എക്സാമ്പിളാണ് നിക്കൽ കാഡ്മിയം സെല്ല്, അതല്ലെങ്കിൽ ലിഥിയം അയോൺ സെല്ല്. ഇതൊക്കെ സെക്കൻഡറി സെല്ലുകൾക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇത്തരം ഈ 3 സെല്ലുകൾ. അപ്പോൾ പ്രൈമറി സെല്ലായി, സെക്കൻഡറി സെല്ലായി. ഈ സെക്കൻഡറി സെല്ലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ലെഡ് ആസിഡ് സെല്ല് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ലെഡ് ആസിഡ് സെല്ലിൻ്റെ പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പോസിറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് ലെഡ് പെറോക്സൈഡ് ആണ്, PbO2.
ലെഡ് പെറോക്സൈഡ് ആണ് ഇതിൻ്റെ പോസിറ്റീവ് സെല്ല്. നെഗറ്റീവ് സെല്ല് എന്ന് പറയുന്നത് സ്പോഞ്ചി ലെഡ് അല്ലെങ്കിൽ ലെഡാണ് അതിൻ്റെ നെഗറ്റീവ് സെല്ല്. ഇനി അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. ഈ 3 കാര്യങ്ങൾ അതിനകത്ത് ഓർത്തിരിക്കണം. ഇനി അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഇൻഡെപ്ത് ആയിട്ടുള്ള ഡിസൈനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കുറച്ച് ടേമുകൾ മറ്റും മാത്രമേ പറയുന്നുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പോസിറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് ലെഡ് പെറോക്സൈഡ് ആണ്. നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ലെഡാണ്. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. അപ്പോൾ ഇതിൽ കുറച്ച് കൂടെ ഹയർ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ കളറ് വളരെ റെയർ ആയിട്ടേ ചോദിക്കാറുള്ളൂ. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗൺ കളറാണ് ആരുടെ പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിട്ടുള്ള ലെഡ് പെറോക്സൈഡിൻ്റെ കളർ. ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗൺ ആണ് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിട്ടുള്ള ലെഡിൻ്റെ കളർ എന്ന് പറയുന്നത് ഗ്രേ കളറാണ്. ഗ്രേ ആണ് ഇതിൻ്റെ കളർ. ഇത് വളരെ ഡെപ്തായിട്ട് കുറച്ചും കൂടെ അല്ലെങ്കിൽ ഹയർ ലെവലിൽ ചോദിക്കുകയാണെങ്കിലേ ചോദിക്കുള്ളൂ. റെഡി. അപ്പോൾ ഇതാണ് ലെഡ് ആസിഡ് സെല്ലിൻ്റെ. ഈ ലെഡ് ആസിഡ് സെല്ലുമായി ബന്ധപ്പെട്ട് ഇനി ഒന്ന് ഓർത്തിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, ഈ ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറച്ച് വാല്യൂസ് ആണിത്. ഓരോ ചാർജിങ് പൊസിഷനിലും ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, നമ്മുടെ സൾഫ്യൂരിക് ആസിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ആദ്യം ഈ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഹൈഡ്രോമീറ്റർ. ഈ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്ററിൽ റീഡിംഗ് അനുസരിച്ച് കുറച്ച് റീഡിങ്ങുകളുണ്ട്. 1.13, അതേപോലെ തന്നെ 1.19, അതേപോലെ നെക്സ്റ്റ് വാല്യൂ 1.22, പിന്നെ അടുത്ത വാല്യൂ 1.25, 1.25, ദെൻ 1.28. ഇത് 5 വാല്യൂസാണ്. ഈ 5 വാല്യൂസ് എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡുള്ള അല്ലെങ്കിൽ ലെഡ് ആസിഡ് സെല്ലിൻ്റെ ചാർജിങ് ലെവലിനെ ബേസ് ചെയ്തിട്ടുള്ള ഹൈഡ്രോമീറ്റർ റീഡിങ്സ് ആണ്. ഇത് ഈ ഫുള്ളി ഡിസ്ചാർജ് കണ്ടീഷനിൽ നിന്നും 100% ചാർജ് കണ്ടീഷനിലേക്ക് എത്തുന്നതിൻ്റെ ഇൻക്രീസിങ് വാല്യൂസ് ആണ് ഇതെല്ലാം. 1.13, 1.19, 1.22, 1.25, 1.28. അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ബാറ്ററി ചാർജിങ്ങിലാണ് എന്നാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഏറ്റവും ഡിസ്ചാർജ് കണ്ടീഷൻ അല്ലെങ്കിൽ ചാർജ് ഇല്ലാത്ത കണ്ടീഷനിലുള്ള സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ ആണ് 1.13 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്ചാർജ്ഡ് കണ്ടീഷനിലുള്ള വാല്യൂ ആണ് ഇത്. ഇനി 1.19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25% ചാർജിങ് കണ്ടീഷനിലുള്ളതാണ് നമ്മളുടെ 1.19 എന്ന് പറയുന്നത്. 50% ചാർജിങ് കണ്ടീഷനിലുള്ളതാണ് 1.22 എന്ന് പറയുന്നത്. 75% കണ്ടീഷനിലുള്ളതാണ് 1.25 എന്ന് പറയുന്നത്. 100% ചാർജ്ഡ് സിറ്റുവേഷനിൽ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.28 ആണ്. ഈ വാല്യൂസ് പലപ്പോഴും ചോദിക്കാറുണ്ട്. പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ഒരു വാല്യൂ ആണ് ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് ലെഡ് ആസിഡ് സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യം. ഇനി ഇതിനെപ്പറ്റി നമ്മൾ കുറച്ചും കൂടെ മറ്റ് ചില വേറെ ഒരു ടോപ്പിക്കിലേക്ക് പോവുകയാണെങ്കിൽ ഈ സെല്ലുകളുടെയൊക്കെ വോൾട്ടേജ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഈ സെല്ലുകളുടെയൊക്കെ വോൾട്ടേജ്, കോമൺ ആയിട്ട് വരുന്ന സെല്ലുകളുടെ വോൾട്ടേജുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ ആദ്യത്തെ സെല്ലെന്ന് പറയുന്നത് നമ്മൾ സിങ്ക് കാർബൺ സെല്ല് എടുക്കുക. നമ്മുടെ ഡ്രൈ സെൽ എന്ന് പറയുന്ന സിങ്ക് കാർബൺ സെല്ല് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 1.5 വോൾട്ടാണ്. നമ്മുടെ നോർമൽ ഡ്രൈ സെൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ സിങ്ക് കാർബൺ സെല്ലിൻ്റെ വോൾട്ടാണ് 1.5 വോൾട്ട്. അതേപോലെ തന്നെ മെർക്കുറി സെല്ലിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 1.35 ആണ്. 1.35 ആണ് മെർക്കുറി സെല്ലിൻ്റെ വോൾട്ടേജ്. ഇത് ഒരു സെല്ലിൻ്റെ വോൾട്ടേജ് ആണ് കേട്ടോ പറയുന്നത്. അതേപോലെ തന്നെ സിങ്ക് ക്ലോറൈഡ് സെല്ലാണെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 1.5 ആണ്. ബോഡി ചെറുതായിട്ടൊന്ന് സ്ലോ ആയിട്ടുണ്ട്, സോറി. സിങ്ക് ക്ലോറൈഡ് ഒന്ന് ഹാങ് ആയതാണ് സിസ്റ്റം. സിങ്ക് ക്ലോറൈഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.5 വോൾട്ട് ആണ്. സിൽവർ ഓക്സൈഡ് ആണെങ്കിൽ അത് 1.5 ആണ്. സിൽവർ ഓക്സൈഡ് ആണെങ്കിൽ അതും 1.5 വോൾട്ട് ആണ്. ലിഥിയം സെല്ലിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 2.95 വോൾട്ട് ആണ്. അതേപോലെ തന്നെ സിൽവർ കാഡ്മിയം വോൾട്ടേജ് എന്ന് പറയുന്നത് 1.1 വോൾട്ട് ആണ്. സിങ്ക് എന്ന് പറയുന്നത് 1.86 വോൾട്ട് ആണ്. നമ്മുടെ ലെഡ് ആസിഡ് സെൽ എന്ന് പറയുന്നത് 2.2 വോൾട്ടേജ് ആണ്. നിക്കൽ അയൺ സെൽ എന്ന് പറയുന്നത് 1.36 വോൾട്ട് ആണ്. നിക്കൽ കാഡ്മിയം എന്ന് പറയുന്നത് 1.2
0.25 വോൾട്ടാണ്. ഇത്രയാണ് നമ്മളുടെ സെല്ലുകളുടെ വോൾട്ടേജ് ലെവൽ എന്ന് പറയുന്നത്. ഇത് പലതരത്തിലുള്ള സെല്ലുകളുടെ വോൾട്ടേജ് വാല്യൂസാണ്. സോറി, ബോർഡ് ചെറുതായിട്ടൊന്ന് ഹാങ് ആയതുകൊണ്ട് എനിക്ക് ഫുള്ളായിട്ട് എഴുതാൻ പറ്റിയിട്ടില്ല. സിൽവർ ഓക്സൈഡിൻ്റെത് 1.5, ലിഥിയം സെല്ലിൻ്റെതാണ് 2.9, അടുത്തത് 1.1 എന്ന് പറഞ്ഞാൽ സിൽവർ കാഡ്മിയത്തിൻ്റെതാണ് 1.1 എന്ന് പറയുന്നത്. 1.86 ആണ്. 1.86 എന്ന് പറയുന്നത് നമ്മളുടെ സിൽവർ സിങ്ക് സെല്ലിൻ്റെതാണ് 1.86. ലെഡാസിഡ് സെല്ലിൻ്റെതാണ് 2.2. 1.36 എന്ന് പറയുന്നത് നിക്കൽ അയൺ സെല്ലിൻ്റെതാണ് 1.36. നിക്കൽ കാഡ്മിയമാണ് 1.25. ഇത്രയാണ് സെല്ലുകളുടെ ഒരു ബേസിക് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇത് ഒരു സെല്ലിൻ്റെ വോൾട്ടേജ് ആണ് ഈ ഒരു വാല്യൂസ്. ഈ ഒരു നോട്ട്സ് നിങ്ങൾക്ക് PDF ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് വോൾട്ടേജ് കിട്ടും. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് മറ്റു കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഒരു സ്റ്റോറേജ് സെല്ലിൻ്റെ കപ്പാസിറ്റി ഓഫ് എ സ്റ്റോറേജ് സെൽ. ഒരു സ്റ്റോറേജ് സെല്ലിൻ്റെ കപ്പാസിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ആംബിയർ ഹവർ എന്ന് പറയുന്ന യൂണിറ്റിലാണ്. ആംബിയർ ഹവർ ആണ് നമ്മളൊരു ബാറ്ററിയുടെ കപ്പാസിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, ആംബിയർ ഹവർ. ഈ ആംബിയർ ഹവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ബാറ്ററിക്കകത്ത് എത്ര ചാർജ് സ്റ്റോർ ചെയ്തിരിക്കുന്നു എന്നുള്ള വാല്യൂ ആണ് നമ്മുടെ ആംബിയർ ഹവർ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ആ ബാറ്ററിക്കകത്ത് ആക്റ്റീവായിട്ടുള്ള മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി എത്ര, അല്ലെങ്കിൽ മാസ് എത്ര മാസ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്ര മാസ് ആക്റ്റീവ് മെറ്റീരിയൽ ആ ബാറ്ററിക്കകത്തുണ്ട്, അതിന് നമുക്ക് ഔട്ട്പുട്ട് തരാൻ പറ്റുന്ന ആക്റ്റീവ് മെറ്റീരിയൽ എത്രയുണ്ട് എന്നുള്ളതിൻ്റെ അളവിനെയാണ് നമ്മൾ കപ്പാസിറ്റി എന്ന് പറയുന്നത്. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന ഒരു അളവ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതിൽ എത്ര ആക്റ്റീവ് മാസ് ഓഫ് ആക്റ്റീവ് മെറ്റീരിയൽ, എത്ര ആക്റ്റീവ് മെറ്റീരിയൽ ഉണ്ട്, അതിൻ്റെ മാസ് എത്ര, അതിനെയാണ് ആംബിയർ ഹവർ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജിൻ്റെ എമൗണ്ട് എത്ര, അതല്ലെങ്കിൽ ആ ബാറ്ററിക്ക് നമുക്ക് തരാൻ പറ്റുന്ന മാക്സിമം എനർജി എത്ര, എമൗണ്ട് ഓഫ് എനർജി എത്ര, ഒരു ബാറ്ററിക്ക് നമുക്ക് തരാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എനർജി എത്ര. ഈ 3 രീതിയിലാണ് നമ്മളൊരു ബാറ്ററിയുടെ കപ്പാസിറ്റി എക്സ്പ്രസ് ചെയ്യുക. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണത്. ആംബിയർ ഹവർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ആംബിയർ ഹവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയുടെ കപ്പാസിറ്റിയാണ്. അത് ബാറ്ററിക്കകത്ത് എത്ര ചാർജ് സ്റ്റോർ ചെയ്തിരിക്കുന്നുണ്ട്, ആ ബാറ്ററിക്കകത്ത് എത്ര ആക്റ്റീവ് മെറ്റീരിയൽ ഉണ്ട്, അതിൻ്റെ മാസ് എത്രയാണ്, അതല്ലെങ്കിൽ ആ ബാറ്ററി എത്ര എനർജി, മാക്സിമം എമൗണ്ട് ഓഫ് എനർജി എത്ര തരാൻ പറ്റും, അതിനകത്ത് നമുക്ക് എത്ര എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ കപ്പാസിറ്റി ഓഫ് എ സെൽ അല്ലെങ്കിൽ കപ്പാസിറ്റി ഓഫ് എ ബാറ്ററി എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമ്മൾ ലെഡ്-ആസിഡ് സെല്ല് പറഞ്ഞു. അത് പറഞ്ഞ സമയത്ത് പെട്ടെന്നൊരു ഓർമ്മ വന്ന അടുത്തൊരു സെല്ലാണ് ലെക്ലാൻഷ്യസ് സെല്ല്. ലെക്ലാൻഷ്യസ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ടൈപ്പ് ഓഫ് സെല്ലാണ്. ലെക്ലാൻഷ്യസ് സെല്ലിനകത്ത് പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് കാർബൺ ആണ്, നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് സിങ്ക് ആണ്, ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് അമോണിയം ക്ലോറൈഡ് ആണ്. ഇതാണ് ലെക്ലാൻഷ്യസ് സെൽ എന്ന് പറയുന്നത്. കുറച്ച് സെല്ലുകൾ ഓർമ്മയിലുള്ള കുറച്ച് സെല്ലുകളുടെ ഈ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കുറച്ച് സെല്ലുകളുടെ പോസിറ്റീവ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ ആനോഡ് കാഥോഡ് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതേപോലെ മറ്റൊരു സെല്ലാണ് എഡിസൺ സെൽ എന്ന് പറയുന്നത്. എഡിസൺ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിസൺ സെല്ലിൻ്റെ ആനോഡ് എന്ന് പറയുന്നത് നിക്കൽ ഹൈഡ്രോക്സൈഡ് ആണ്. കാഥോഡ് എന്ന് പറയുന്നത് അയൺ ആണ്. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഈ കോമ്പിനേഷനിൽ വരുന്ന സെല്ലാണ് എഡിസൺ സെൽ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ലെക്ലാൻഷ്യസ് സെല്ല് പറഞ്ഞു, എഡിസൺ സെല്ല് പറഞ്ഞു. ഇനി രണ്ടൊരു സ്പെഷ്യൽ ടൈപ്പ് സെല്ലുകളുണ്ട്, 2 തരത്തിലുള്ള സ്പെഷ്യൽ ടൈപ്പ് സെല്ലുകളുണ്ട്. അതിലൊരു ടൈപ്പ് സെല്ലാണ് ഫ്യൂവൽ സെല്ല്. ഫ്യൂവൽ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ എനർജിയെ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ഫ്യൂവൽ സെൽ എന്ന് പറയുക. അതേപോലെ തന്നെ ഒന്നാണ് ഫോട്ടോ വോൾട്ടായിക് സെൽ അല്ലെങ്കിൽ നമ്മുടെ സോളാർ സെൽ എന്ന് സിംപിളി പറയും. ലൈറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്ന സെല്ലുകളെയാണ് നമ്മൾ ഫോട്ടോ വോൾട്ടായിക് സെൽ അല്ലെങ്കിൽ സോളാർ സെൽ എന്ന് പറയുന്നത്. ഈ സോളാർ സെല്ലുകൾ നോർമലി ഉണ്ടാക്കിയിരിക്കുന്നത് സെമി കണ്ടക്ടർ മെറ്റീരിയൽ കൊണ്ടാണ്, അതായത് സിലിക്കൺ ഒക്കെ കൊണ്ടാണ് ഈ ഒരു സോളാർ സെല്ലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സോളാർ സെൽ ഉണ്ടാക്കുന്നത് നോർമലി സിലിക്കൺ പോലെയുള്ള സെമി കണ്ടക്ടർ മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഒരു സെല്ലുകൾ ഉണ്ടാക്കുക. ഈ ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ സോളാർ സെല്ലുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതല്ലാതെ ഇനി സെല്ലുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്നത് നമ്മളുടെ ഡിഫക്ട്സ്.
സെല്ലുകൾക്ക് നോർമലി ഉണ്ടാകുന്ന കുറച്ച് ഡിഫക്റ്റുകളുണ്ട്. അതിൽ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് ബക്ലിംഗ്. സെല്ലുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റാണ് ബക്ലിംഗ് എന്ന് പറയും. ബക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോഡുകൾ, സെല്ലുകളുടെ പോസിറ്റീവ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡുകൾ ഓവർ ചാർജിങ്ങോ അല്ലെങ്കിൽ ഓവർ ഡിസ്ചാർജിങ്ങോ കൊണ്ടുണ്ടാവുന്ന ബെൻഡിങ്, അതിന് വളഞ്ഞു പോകുന്നതിനെയാണ് നമ്മൾ ബക്ലിംഗ് എന്ന് പറയുന്നത്. ഓവർ ചാർജിങ് അല്ലെങ്കിൽ ഓവർ ഡിസ്ചാർജിങ് ആണ് ഈ ഒരു ബക്ലിംഗ് എന്ന് പറയുന്ന ഡിഫക്റ്റിനുള്ള റീസൺ എന്ന് പറയുന്നത്. അടുത്ത ഒരു ഡിഫക്റ്റാണ് സൾഫേഷൻ. സൾഫേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളുടെ ബാറ്ററിയുടെ പ്ലേറ്റുകളിൽ ലെഡ് സൾഫേറ്റ് അക്കമ്പനി ചെയ്യുക അല്ലെങ്കിൽ ലെഡ് സൾഫേറ്റ് അതിലിങ്ങനെ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ സൾഫേഷൻ എന്ന് പറയുക. അത് സൾഫർ കൊണ്ടുണ്ടാകുന്ന ഒരു എഫക്റ്റാണ് സൾഫേഷൻ. അതായത് ലെഡ് സൾഫേറ്റ് നമ്മളുടെ പ്ലേറ്റുകൾ വന്ന് അടയുന്നതിനെയാണ് നമ്മൾ സൾഫേഷൻ എന്ന് പറയുന്നത്. ഇതല്ലാതെ മറ്റ് 2 ഡിഫക്റ്റുകളും കൂടിയുണ്ട്. ഒന്ന് പോളറൈസേഷൻ എന്ന് പറയും. പോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇലക്ട്രോഡുകളിൽ നിന്നും ഹൈഡ്രജൻ ബബിൾസ് ഇങ്ങനെ ഇവോൾവ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ഹൈഡ്രജൻ ബബിൾസ് പുറത്തു പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളറൈസേഷൻ എന്ന് പറയുന്നത്. പോളറൈസേഷൻ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ഡിഫക്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയലുകളാണ് ഡീപോളറൈസർ എന്ന് പറയും. ഈ ഡീപോളറൈസറിന് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ് മാംഗനീസ് ഡയോക്സൈഡ്. മാംഗനീസ് ഡയോക്സൈഡ് എന്ന് പറയുന്നത് ഡീപോളറൈസറിന് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ്. അപ്പോൾ പോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോഡുകളിൽ നിന്നും ഈ ഹൈഡ്രജൻ ബബിൾസ് ഇവോൾവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുക. അപ്പോൾ പോളറൈസേഷൻ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഡീപോളറൈസേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ഒരു ഡീപോളറൈസേഴ്സിൻ്റെ എക്സാമ്പിളാണ് മാംഗനീസ് ഡയോക്സൈഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി 4ാമത്തെ ഒരു ഡിഫക്റ്റാണ് ലോക്കൽ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സെല്ല് നമ്മൾ നോർമലി ഇപ്പോൾ ഒന്നും കണക്ട് ചെയ്യാതെ വെച്ചിരിക്കുകയാണ്. വേറെ ഒരു ലോഡിലേക്കോ അല്ലെങ്കിൽ ഒരു ലൈറ്റിലേക്കോ ഒന്നും നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നില്ല. ആ ഔട്ട്പുട്ട് എടുക്കാത്ത സിറ്റുവേഷനിൽ ആ സെല്ലിനകത്ത് നിന്ന് നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് ലോക്കൽ ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആക്ച്വലി അതിനകത്ത് നമ്മളൊരു ക്ലോക്ക് കണക്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു റിമോട്ടിലൊന്നും കൊടുത്തിട്ടില്ല, എവിടെയും കൊടുത്തിട്ടില്ല. പക്ഷേ ആ സെല്ല് എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ടിനെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ലോക്കൽ ആക്ഷൻ എന്ന് പറയുന്നത്. ഈ ലോക്കൽ ആക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇതിനകത്ത് സെല്ലിനകത്ത് യൂസ് ചെയ്യുന്ന സിങ്ക് എന്ന് പറയുന്നത് പ്യുവർ ഫോമിലുള്ള സിങ്കിനെ നമ്മൾ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ അമാൽഗമേറ്റ് ചെയ്തിരിക്കുന്ന സിങ്കിനെ യൂസ് ചെയ്യുക. ഒന്നുകിൽ പ്യുവർ ഫോമിലുള്ള സിങ്കിനെ യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ അമാൽഗമേറ്റ് ചെയ്തിരിക്കുന്ന സിങ്കിനെ യൂസ് ചെയ്യുക. ഈ മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോക്കൽ ആക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സെല്ലുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിക്കിൾ ചാർജിങ്ങിൽ പലതരത്തിലുള്ള ചാർജിങ്ങുകളുണ്ട്. കോൺസ്റ്റൻറ്റ് കറണ്ട്, കോൺസ്റ്റൻറ്റ് വോൾട്ടേജ്, അങ്ങനെ പലതരത്തിലുള്ള ചാർജിങ് കറണ്ടുകളുണ്ട്, ചാർജിങ് സർക്യൂട്ടുകളുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പകരം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാർജിങ് മെത്തേഡാണ് ട്രിക്കിൾ ചാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാറ്ററിയെ വളരെ സ്ലോ റേറ്റിൽ ചാർജിങ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രിക്കിൾ ചാർജിങ് എന്ന് പറയുന്നത്. ഒരു ബാറ്ററിയെ വളരെ സ്ലോ റേറ്റിൽ ചാർജ് ചെയ്യുന്നതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ട്രിക്കിൾ ചാർജിങ് എന്ന് പറയുന്നത്. ഈ ട്രിക്കിൾ ചാർജിങ് കുറേ ഉള്ളതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബാറ്ററിയെ നമ്മൾ ട്രിക്കിൾ ചാർജിങ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാറ്ററിയുടെ ലൈഫ് നമുക്ക് കൂട്ടാൻ പറ്റും. ആ ബാറ്ററിയുടെ ലൈഫ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതാണ് പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രിക്കിൾ ചാർജിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡിഫക്റ്റാണ് സൾഫേഷൻ. അതായത് നമ്മുടെ പ്ലേറ്റിൻ്റെ മുകളിൽ ലെഡ് സൾഫേറ്റ് അല്ലെങ്കിൽ സൾഫേറ്റ് വന്ന് അടിയുന്നതിനെയാണ് നമ്മൾ സൾഫേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൾഫേറ്റിന് നമുക്ക് അല്ലെങ്കിൽ സൾഫേഷൻ എന്ന് പറയുന്ന ഡിഫക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ആരെ യൂസ് ചെയ്യുന്ന സമയത്ത്, ട്രിക്കിൾ ചാർജിങ് യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതാണ് ട്രിക്കിൾ ചാർജിങ് എന്ന് പറയുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. റൈറ്റ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നൊരു വാക്ക്. ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റലിനെ മറ്റൊരു മെറ്റലിൻ്റെ സർഫസിൽ കോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യുക. അപ്പോൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ആരാണ് ആനോഡ്, എന്താണ് ഇലക്ട്രോളിസിസ് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ആരാണ് അവിടുത്തെ ആനോഡ് എന്ന് പറയുന്നത്.
ആരെയാണോ നമുക്കൊരു മെറ്റലിൻ്റെ മേലെ കോട്ട് ചെയ്യേണ്ടത്, അപ്പോൾ ആരെയാണോ കോട്ട് ചെയ്യേണ്ടത് അയാളാണ് ആ ഇലക്ട്രോളിസിസ് പ്രോസസ്സിലെ ആനോഡ് എന്ന് പറയുന്നത്. ക്ലിയർ? അതാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ്. അതേപോലെ തന്നെ വളരെ ഫസ്റ്റ് പറയേണ്ട ഒരു സാധനമായിരുന്നു നമ്മുടെ ലോ ഓഫ് ഇലക്ട്രോളിസിസിൻ്റെ ലോ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അത് പ്രപ്പോസ് ചെയ്തത് ഫാരഡേ ആണ്. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് ആണ് നമ്മൾ നോർമലി ഈ സെല്ലിൻ്റെയും അതേപോലെ തന്നെ ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെയും ഇലക്ട്രോളിസിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് സെൽ ആൻഡ് ബാറ്ററീസുമായി ബന്ധപ്പെട്ട് കുറച്ച് ബേസിക്കായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഞാൻ മെയിനായിട്ട് ഈ ഒരു വീഡിയോ ഫോക്കസ് ചെയ്തത് ഒരു ദേവസ്വം ബോർഡിൻ്റെ ലൈൻമാൻ അല്ലെങ്കിൽ വയർമാൻ പോസ്റ്റുകൾക്കുള്ള ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്കുള്ള ഒരു ജസ്റ്റ് ഒരു റിവിഷൻ പോലെയാണ്. അപ്പോൾ അതിൽ ഇത്ര ഒക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതിൽ വളരെ ഡെപ്തിലേക്കൊന്നും പോകുന്നില്ല. കാരണം IT അതേപോലെ തന്നെ 7ാം ക്ലാസ്സിന് ഒരു കോമൺ ടെസ്റ്റാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാക്കുകളൊക്കെ ഓർമ്മയുണ്ടോ എന്നൊക്കെ നോക്കുക. ഓക്കെ, കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്, ഞാനതിൽ ക്ഷമ ചോദിക്കുകയാണ്. ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാനത് സോൾവ് ചെയ്യാം. ഇനി അത് ഒന്ന് എക്സ്ക്യൂസ് ചെയ്ത് തരണം. ഓക്കെ, വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.